എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം Book of Esther, chapter 2. അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കും. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. Let's read Esther, chapter 2, verse 7. അല്ലെങ്കിൽ വായിച്ചാൽ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവന്റെ യേശുവിന്റെ മകളായ എസ്തേർ എന്ന സഹതയ്ക്ക് അമ്മയപ്പന്മാർ ഉണ്ടായിക്കൊണ്ട് അവളെ വളർത്തി. വായിച്ചാൽ Mordecai had a cousin named Hadassah, whom he had brought up because she had neither father nor mother. ഈ ഹദസ്സ എന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ. So everyone was confused when they heard the name Hadassah. ദൈവവചനത്തിലെ ഏത് പേരും വളരെ പവർഫുള്ളാണ്. Every name in the Word of God is very powerful. അതിനകത്തുനിന്ന് എന്താ ചിന്തിക്കാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചത്. So you may have thought, what are we going to meditate from that verse? ദൈവം എപ്പോഴും നല്ല മന്ന നമുക്ക് എല്ലാ അക്ഷരത്തിൽ നിന്നും എല്ലാ വാക്കിൽ നിന്നും നൽകിയിട്ടുണ്ട്. God will always give us good manna from every word and every letter of the Word of God. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു 2 പുസ്തകങ്ങളാണ് സ്ത്രീകളുടെ 2 പുസ്തകങ്ങൾ. അത് രണ്ടുപേരും 2 സ്ത്രീ രത്നങ്ങളാണ്, എസ്തറും രൂത്തും. Two of my favorite books in the Bible are Esther and Ruth. എസ്തർ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റാർ അല്ലെങ്കിൽ മറയ്ക്കുന്നവൾ എന്നാണ്. The name Esther means star or the one who hides. അവൻ രൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ള അർത്ഥമാണ്. The meaning of the name Ruth means friend or friendship. അവൻ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന അവൻ ചെറിയ അധ്യായങ്ങളുള്ള 2 പുസ്തകങ്ങളാണെങ്കിലും അവർ രണ്ടുപേരും വലിയ റെക്കോർഡുകൾ ഉണ്ടാക്കിയവരാണ്. So though these 2 books are books with small chapters, they are named after women, but these 2 women have made great records in their life. അവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ ജീവിതം വളരെ പരാജയത്തിന്റെയും ഇല്ലായ്മയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും റിജക്ഷന്റെയും ദുഃഖത്തിന്റെയും സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. Both of these women in their initial life, they went through a lot of tragedy and loss and struggles. എന്നാൽ ഇന്ന് ഞാൻ അതിനകത്തുനിന്ന് സംസാരിക്കാൻ പോകുന്നത് humility is the source of all true greatness എന്നുള്ളതാണ്. However, today I'm going to talk about this topic. Humility is the source of all true greatness. എല്ലാ യഥാർത്ഥമായ മഹത്വത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് താഴ്മയാണ്. Yes, humility is the source of all true greatness. എല്ലാവരും അടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് താഴ്മ വേണം, ഹ്യൂമിലിറ്റി വേണം. So everyone tell the person next to you, you need humility. ഞാൻ ചിന്തിക്കുന്നു അടുത്തിരിക്കുന്നവരുടെ ആരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ, അവൻ നിങ്ങൾക്ക് ഹ്യൂമിലിറ്റി വേണം, താഴ്മ വേണം. ഒന്ന് ചിരിച്ചോണ്ട് ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് താഴ്മ ആവശ്യമാണ്. Yes, everyone look to the person next to you and say, you need humility. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെല്ലാവരും ഈ പ്രസംഗം ശ്രദ്ധിക്കണം. All the sisters over here must listen to this sermon. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററാണ്, ഒരു സബ്ജക്റ്റാണ് പ്രസംഗിക്കുന്നത്. The sermon I'm going to preach is a very important sermon. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ humility is the source of all true greatness. എല്ലാ മഹത്വത്തിന്റെ ഉറവിടം താഴ്മയാണ്. ഹല്ലേലൂയ. എല്ലാ മഹത്വത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് താഴ്മയാണ്. കർത്താവിന്റെ മഹത്വം ഉയർന്നതിന്റെ കാര്യം എന്താ? യേശുക്രിസ്തുവിന്റെ humbleness and humility, ആ താഴ്മ കാൽവരി ക്രൂശിൽ വെളിപ്പെട്ടു. What is the reason why Jesus Christ was great and exalted? Because his humility was revealed on the cross of Calvary. നാം രൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ When we study about Ruth, ഒരു ജാതീയ സ്ത്രീയാണ്. she was a Gentile woman. എന്നാൽ അവൾ കല്യാണം കഴിച്ചത് ഒരു യഹൂദരെയാണ്. However, she got married to a Jewish man. എസ്തർ ഒരു യഹൂദ സ്ത്രീയാണ്. However, Esther was a Jewish woman. എന്നാൽ അവൾ കല്യാണം കഴിച്ചത് ഒരു ജാതീയനെയാണ്.
but she got married to a Gentile. എന്നാൽ ഈ രണ്ട് സ്ത്രീകളും But these two women, വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും സ്ത്രീകളായിരുന്നു. these two women were women of great faith and courage. നാം രൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ When we study about Ruth, അവരുടെ മകന്റെ പേര് ഓബേദ് എന്നാണ്. ഓബേദ്. Ruth's son's name was Obed. ഓബേദ് എന്ന വാക്കിന്റെ അർത്ഥം വർഷിപ്പർ. The meaning of the name Obed is worshipper. അവൻ വർഷിപ്പ് ചെയ്യുന്നവരാണ്. He was a worshipper. ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്ന മകൻ അവൻ ഒരു വർഷിപ്പ് ലീഡറായി മാറി. The son who came from the womb of a woman, he became a worshipper. പക്ഷേ അതുകൊണ്ട് അവിടെ നിന്നില്ല. But he did not stop there. ഓബേദിന്റെ മകൻ ജെസ്സി ഇശായിയായിരുന്നു. Jesse was the son of Obed. ഇശായിയുടെ മകൻ ദാവീദായി മാറി. And the son of Jesse was David. ദാവീദ് ഒരു ഡാൻസർ ആയിരുന്നു. David was a അവൻ dancer. എപ്പോഴും ഡാൻസ് ചെയ്യുമായിരുന്നു. He always used to dance. ആ ഡാൻസ് ചെയ്ത ദാവീദ് രാജാവായി മാറി. That dancer, David, became a king. അവന്റെ തലമുറ ശലോമോൻ ഒരു ജ്ഞാനിയായി മാറി. And his generation, Solomon, became a wise man. ഈ രണ്ട് സ്ത്രീകളിൽ നിന്നും From these two women, അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ തലമുറയ്ക്ക് ദൈവം സഹായിച്ചു. God enabled both of their generations to do unusual things. ഇന്ന് പല സഹോദരിമാർ ഒരു കാര്യം ഓർത്തോണം. Today morning, sisters, you must remember one thing. നിങ്ങളുടെ തലമുറ തോറ്റു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് വന്ന തലമുറ വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. Your generation will not lose and be lost, but the generations from you will do great things. ഹല്ലേലൂയ. Hallelujah! ഹല്ലേലൂയ. Hallelujah! നിങ്ങളുടെ മനസ്സിൽ ഗർഭം ധരിച്ച് എന്റെ തലമുറ നശിക്കത്തില്ല, എന്റെ തലമുറ വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. Say to yourself that my generation and my children will not be lost. They will do great things for God. ഹല്ലേലൂയ. Hallelujah! ഹല്ലേലൂയ. Hallelujah! അത് നിങ്ങളുടെ ആൺതലമുറയാണെങ്കിലും പെൺതലമുറയാണെങ്കിലും അതൊന്നും നശിച്ചു പോകത്തില്ല. അത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. Even if it's your male child or your female child, they will not be destroyed, but they will do great things for God. ഇത് ലെഗസി വെളിപ്പെടുത്തുന്നതാണ് ഈ രണ്ട് സഹോദരിമാർ. These both the sisters we are reading in the Bible, they reveal the legacy through their life. അവൻ രൂത്തിന്റെ പിൻതലമുറയിൽ വന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. Jesus Christ came in the genealogy of Ruth. നാം ഓർത്തോളം നാം ഇവിടെ നിൽക്കുന്നത് രൂത്തിലൂടെയാണ്. We must remember that we are standing over here through Ruth. സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശം ആ രൂത്തുള്ള പാവപ്പെട്ട സ്ത്രീയിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും കൈമാറിക്കൊണ്ടിരിക്കുന്നത്. So me and you have received this inheritance to the kingdom of God through that sister called Ruth. ഹല്ലേലൂയ. Hallelujah. അതിലൂടെ പിൻതലമുറയിൽ അനേക അപ്പോസ്തലന്മാർ എഴുന്നേറ്റു, ഉണർവുകൾ സംഭവിക്കുന്നു, പ്രവാചകന്മാർ എഴുന്നേറ്റു, ടീച്ചേഴ്സ് എഴുന്നേറ്റു, സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂത്ത് എന്ന ഈ സ്ത്രീയുടെ നടന്ന ആ കമ്മിറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്. We must remember that because of the commitment of that woman named Ruth, Jesus Christ came. Through him, apostles were raised up, prophets and teachers were raised up, revival broke out. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? Do you know who you are? നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? Do you know who you are? നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? Have you realized who you are? നിങ്ങളുടെ വയറ്റിൽ നിന്ന് വന്നവരും നിങ്ങൾ ആത്മാവിൽ ജനിപ്പിച്ചവരും ലോകത്തെ കീഴടക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Those whom you gave birth to through your womb and those whom you gave birth to spiritually are going to change the world upside down. എന്നാൽ ഞാനൊരു ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. I am hearing a voice from heaven. ഇതിനകത്ത് ചില ആത്മീക തലമുറകൾ അടുത്ത ഒരു ഉണർവിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. There are some spiritual children over here. The next generation God is raising up for a great revival. ഇതുവരെ നടക്കാത്ത ഒരു വലിയ ജനറേഷൻ, ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാണ്. A great generation that has not been raised up until now is going to rise up for God. ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ In this fasting prayer, ഒരു വലിയ
സംഭവിച്ചിട്ടുണ്ട്. A great change is going to happen അവിടെ അസാധാരണമായ നിലയിൽ in an unusual way. ദൈവം നിങ്ങളെയോ തലമുറകളെയോ ഉപയോഗിക്കാൻ പോവുകയാണ്. God is going to use you and your generations. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ പ്രാർത്ഥനയും faithfulness-ഉം വിശ്വസ്തതയും അവൻ ഒരു ഷിഫ്റ്റിംഗിലേക്കോ മാറ്റത്തിലേക്കോ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കോ ദൈവം കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. God is going to bring your prayer and your faithfulness into a new shifting and into a new transformation. ഹല്ലേലൂയ. Hallelujah. ഇതിന്റെ എല്ലാം പിന്നിൽ ഈ രണ്ട് സ്ത്രീകളെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ ഹ്യൂമിലിറ്റി, അവരുടെ താഴ്മ, അവരെ വലിയൊരു സ്ഥാനത്ത് അവരുടെ തലമുറകളിലും അവരുടെ ഗ്രാൻഡ്ചിൽഡ്രനിലും കൊണ്ടെത്തിക്കുവാനിടയായി. When we study the lives of both these women, we can see that their humility brought them to great heights and great power, both them and their generations. ഹല്ലേലൂയ. Hallelujah. നമ്മളെല്ലാം മരിച്ചാലും Even if we all die, നമുക്കൊരു ജനറേഷൻ we have a generation അത് മുന്നോട്ടില്ല. that will not be stopped. നമ്മുടെ പിതാക്കന്മാർ എത്രയോ പേര് ഭക്തന്മാരായി നിന്ന് അവർ ഈ ഭൂമിയിൽ നിന്ന് പോയി അവരുടെ തലമുറകൾ ഭൂമിയെ ജനത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. How many of our forefathers, they left the earth, but still their generations are changing the world. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ പിള്ളേരിൽ കാണുന്ന കുസൃതികൾ, അവരുടെ നോട്ടി വേസ്റ്റ് പോക്കുകൾ കണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, കിട്ടിയില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട. അകൽച്ചകൾ സംഭവിച്ചു, അതോർത്ത് ഭാരപ്പെടേണ്ട. പ്രതികൂലങ്ങൾ വന്നതോർത്ത് ഭാരപ്പെടേണ്ട. അവർ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഈ നഷ്ടപ്പെട്ട തലമുറകളെല്ലാം അടങ്ങി വരും. You don't have to worry or be sad that your generations are going in the wrong way, or because losses happen, or because relationships got broken. But if you cry and pray in the presence of God, all these things will be restored. ഈ എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ When we study the book of Esther, ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശൂഷൻ എന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. all these events in the book of Esther are happening in a place called Shushan. അവൻ ഈ എസ്തേറിന്റെ ഭർത്താവിന്റെ പേര് സക്സീസനായി. The husband of Esther, the king, was named Xerxes. അഹശ്വേരോശ് എന്ന അദ്ദേഹത്തിന്റെ പേര്. His name was not Ahasuerus. അഹശ്വേരോശ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. Ahasuerus was a title given to the king. എന്നാൽ രാജാവിന്റെ വിന്റർ ടൈമിൽ താമസിക്കുന്ന കൊട്ടാരമായിരുന്നു ഈ ശൂഷൻ എന്ന് പറയുന്ന സ്ഥലത്ത്. Shushan was the place where the winter palace of the king was established. ഹല്ലേലൂയ. Hallelujah. ഒരു 10 വർഷത്തെ അവൻ ഡീറ്റെയിൽ ആണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. The events in the book of Esther are events that are happening over a period of 10 years. ഹല്ലേലൂയ. അതെല്ലാം ഇതിനകത്ത് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ അധ്യായങ്ങൾ ഒരു ലോങ് കർത്താവിന്റെ വരവ് വരെയുള്ള സമയത്തേക്കുള്ള തേൻകട്ടകളാണ്. So the events that have been written in that small book of Esther are very important even until the coming of our Lord Jesus Christ. ഞാൻ ഇന്നലെ ഇതുമായിട്ട് ഈ പുസ്തകം വായിച്ചപ്പോൾ When I read this book yesterday and today, അതിനകത്ത് ദൈവം എന്നൊരു പദമില്ല. that the word God is not there in that book. എന്നാൽ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന കാര്യം അടങ്ങിയിരിക്കുന്നു. However, the works of God is revealed through that book. ഹല്ലേലൂയ. Hallelujah. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് This book teaches us ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണ്. is about God's sovereignty. അവന്റെ ജനം ദൈവിക പദ്ധതിക്ക് വേണ്ടി കീഴ്പ്പെടുമ്പോൾ അതിലൂടെ മിറക്കിൾസ് നടക്കുമെന്ന് അവൻ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. God's people must surrender to God's plan, and when they do that, miracles will happen. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്യിക്കാൻ പോകുന്നു. God is going to do great things in your life. അവൻ സഭയും സഹോദരിമാരും സഹോദരങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കണം. ആ പ്രാർത്ഥനയിലൂടെ വൻകാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. The church, every brother and sister must rise up for prayer, and through that, great miracles are going to happen. ഈ പുസ്തകത്തിൽ ദൈവം തന്ന ചില
ആഗ്രഹിക്കുന്നു. I want to share some few thoughts from this book. The humble origins of Esther. എസ്തേറിന്റെ താഴ്മയുള്ള തുടക്കം അല്ലെങ്കിൽ ജീവിതം എന്നുള്ളതാണ്. First, we are going to see about the humble origins of Esther. Hallelujah. Hallelujah. നമ്മുടെ ജീവിതത്തിൽ താഴ്മയെക്കുറിച്ച് പ്രസംഗിക്കാൻ പോയിന്റുകളുണ്ട് ബൈബിളിൽ. പക്ഷേ പ്രസംഗത്തെക്കാൾ വലുത് താഴ്മയുള്ളവരായി, ഹ്യൂമിലിറ്റി ഉള്ളവരായി നാം ജീവിക്കുക എന്നുള്ളതാണ്. There are many points in the Bible that talk about humility, but more powerful than that is when we live in humility. Hallelujah. Hallelujah. ഞാൻ ഓട്ടോവ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഓട്ടോവ I went to a place called Ottawa. അവിടെ ഒരു മന്ത്രിയെ കണ്ടു. I saw a minister over there. അദ്ദേഹം ഓടി വന്നു. That person ran and came to me. അദ്ദേഹം മന്ത്രിയാണെന്ന് എനിക്ക് അറിയില്ല. I didn't know that he was a minister. ഞങ്ങൾ അവിടെ കാണാൻ പോയതാ. We went to see that place. അദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തു. So that person came and ran to me and hugged me. എന്റെ കയ്യിൽ ഒരു കൊച്ചു ബാഗുണ്ടായിരുന്നു. I had a small bag in my hand. ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ ഒരു കയറ്റം പോലെയുള്ള സ്ഥലമായി. It was a place where we had to climb upstairs. അദ്ദേഹം പെട്ടെന്ന് ബാഗ് അദ്ദേഹം ചാടി വാങ്ങിച്ചു പിടിച്ചു. Quickly that person took my bag from my hand. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, Quickly I thought, വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. he's a person in a big post. അദ്ദേഹത്തിന്റെ എളിമയും ആ ഹ്യൂമിലിറ്റിയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. I saw that person's humility. തന്റെ പൊസിഷൻ വിട്ട് താൻ താഴേക്ക് ഇറങ്ങി. He left his position and he came down. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ടൈറ്റിലും പൊസിഷനും വിട്ട് താഴേക്ക് ഇറങ്ങി വന്നാൽ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. If we leave our titles and positions that we have in our mind, then God will honor and exalt us. ആമേൻ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ When we read Jacob chapter 4, James 4:6. ആമേൻ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. God opposes the proud but shows favor to the humble. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. God opposes the proud but shows favor to the humble. God opposes the proud but shows favor to the humble. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. Amen. God opposes the proud but shows favor to the humble. Hallelujah. Hallelujah. നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട തുടക്കത്തിൽ നിന്നും ഗ്രേറ്റ്നസ് എന്ന പദവിയിൽ എത്തിച്ചേരുകയാണ്. Because of our humility, we will reach to greatness. എസ്തേറിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ട്രാജഡിയാണ്. The origins of Esther, the starting point in her life, was a great tragedy. ഒരു ലോസ് ആയിട്ടുള്ള ജീവിതമാണ്. She had a life of loss. എന്താ അങ്ങനെ പറയാൻ കാര്യം? Why is it that I'm saying that? അവൾ ഒരു ഓർഫനാ. She was an orphan. അവന്റെ അപ്പനില്ല, She didn't have a father. അമ്മയില്ല, She didn't have a mother. ആരുമില്ല. She didn't have anyone. അവളൊരു ഓർഫനാ. She was an orphan. അവിടെ ആ ചെറിയ തുടക്കം, Her small origin, അവിടെ ഹംബിൾനെസ്, her humility, അവിടെ ഇല്ലായ്മ, her lack, അവിടെ വലിയൊരു പോസ്റ്റിൽ ദൈവം കൊണ്ടെത്തിച്ചു. God took her to a great post. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിജക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, ആരോരും ഇല്ലാതിരുന്നെങ്കിൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഒരു ഓർഫനെ പോലെ ജീവിച്ചെങ്കിൽ സാരമില്ല. ആ പോയതോട്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം വലിയൊരു നിലയിൽ നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്. Today morning, if you're burdened over here, if you've gone through loss, struggle, if you have gone through a lot of tragedy, then don't worry. God can take you to a great position. ഹല്ലേലൂയ. Hallelujah. അവളെ മൊർദെഖായിയാണ് വളർത്തിയത്. That's why Mordecai was the one who brought her up. അവൾ അങ്ങനെ വളർന്നെങ്കിലും Even though she grew up like that, അവളിൽ ഒരു പ്രത്യേകത ഉണ്ടായി. there was a speciality in her. മറ്റാർക്കും ഇല്ലാത്ത ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വുമണായി, അവൾ ഒരു സ്ത്രീയായി ദൈവം അവളെ മാറ്റിയെടുത്തു. God changed her as a woman with a great influence that nobody else had. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ പ്രാർത്ഥന, Your prayers, നിങ്ങളുടെ വിശ്വസ്തത, your faithfulness, അവൻ ദൈവം ഓണർ ചെയ്യാൻ പോകുകയാണ്. God is going to honor that.
ഇൻഫ്ലുവൻസ് ഉള്ളവരാകാൻ പോവുകയാണ്. You are going to become people of influence. സഹോദരിമാരെ, നിങ്ങൾ വേൾഡിൽ ഇൻഫ്ലുവൻസ് ഉള്ളവരാകാൻ പോകും. Sisters, you are going to become people of influence in this world. നിങ്ങളുടെ പ്രാർത്ഥന ഇൻഫ്ലുവൻസ് കൊണ്ടുവരും. Your prayers will bring influence. നിങ്ങളുടെ ഹ്യൂമിലിറ്റി ഇൻഫ്ലുവൻസ് കൊണ്ടുവരും. Your humility will bring influence. ഹല്ലേലൂയ. Hallelujah. ആരുമില്ലാത്ത സമയങ്ങളിൽ, ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ, ആ സമയത്ത് നാം ചിന്തിക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി എന്നെ ദൈവം ബിൽഡ് ചെയ്യുന്നു, ദൈവം എന്നെ പണിയുകയായിരുന്നു. In the times of loneliness, in the times when nobody is there and you are struggling, you don't have to think of it as a negative thing, but believe and think that God is with you and He's building you for greatness. ദൈവം എന്നെ ഈ ദിവസങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, One thing that the Lord is teaching me during these days, ആരും നമ്മുടെ കൂടെ ഇല്ലെന്ന് തോന്നുന്നു, even when we think that nobody is there with us, ആശ്വസിപ്പിക്കാൻ കൂടെ ആരും വന്നില്ലെന്ന് തോന്നിയേക്കാം. you may think that nobody has come to you to comfort നീ you. ഒറ്റയ്ക്ക് നിന്റെ മുറിയിലായിരിക്കുന്ന സന്ദർഭം, Even at the times when you are alone in your room, നീ ചിന്തിക്കും എന്റെ എല്ലാ ഡോറും അടഞ്ഞു പോയിരിക്കുന്നു. you may think that all my doors have been closed. എന്നാൽ ഈ പണിപ്പുരക്കകത്ത് ദൈവം നിന്നെ പണിയുകയാണ്. But in that room, the Lord is building you up. എന്തിനു വേണ്ടി പണിയുന്നു? Why is He building you? വേൾഡിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാക്കാൻ ദൈവം നിന്നെ പണിയുകയാണ്. Yes, God is building you to make you a person of influence in this world. ഹല്ലേലൂയ. Hallelujah. വേൾഡിൽ ലെഗസി വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഉള്ള പണി ദൈവം ചെയ്യുകയാണ്. God is doing the work in you, the work to make you a person who builds a legacy in this world. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ പണി ചെറുതല്ല. The work of God is not small. ആമേൻ. Amen. നമ്മളൊക്കെ നമ്മുടെ ഫ്യൂച്ചർ എല്ലാം പോയത്. We may think that all our future is gone. എന്നാൽ ഈ ടൈം ഒരു ഡിവൈൻ പർപ്പസിന് വേണ്ടി അവർ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുള്ള കാര്യം നാം ഓർക്കണം. But we must remember that this time is a time of preparation for the divine purposes of God. ഇതുപോലെ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ In these times of great trouble, നാം വീട് വിട്ടു പോകണ്ട, we don't have to leave our house and go. നാട് വിട്ടു പോകണ്ട, We don't need to leave our നാം community. സഭ വിട്ടു പോകണ്ട. We don't need to leave our church. ഓ, നിന്നെ പണിയുന്ന ദൈവം The God who is building you. നിന്നെ ഹോണർ ചെയ്യത്തക്ക പണിയുന്നവൻ The God is building you to honor you. ഇന്ന് പകൽ കർത്താവിനോട് പറയുകയാണ്, Today morning the Lord is telling me, നിങ്ങളുടെ തലമേൽ ഒരു crown ദൈവം വെക്കാൻ പോകുന്നു. God is going to place a crown upon your head. ഹല്ലേലൂയ. Hallelujah. ഒരു preparation ആയിരുന്നു ഈ fasting prayer. ഇതിന്ന് പുറകോട്ട് പോകരുത്. ദൈവത്തിന് മുന്നോട്ട് step ചെയ്യുക. ഈ preparation influence-ന് വേണ്ടി, ഉണർവിന് വേണ്ടി ദൈവത്തിനെ കണ്ടിരിക്കുന്നു. This fasting prayer was a time of preparation. Do not go back. But God is preparing you for a great revival. ഹല്ലേലൂയ. Hallelujah. അടുത്ത രീതിയിലുള്ള പല ഇതൊരു പ്രിപ്പറേഷൻ പീരീഡ് ആണ്, ഇതൊരു പ്രിപ്പറേഷൻ സീസൺ ആണ്, ഇത് ഒരു ഷിഫ്റ്റിംഗിന്റെ സമയമാണ്. സ്വർഗ്ഗം നിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. Tell the person next to you, this period is a preparation time. It is a time of preparation and molding, and God is going to shift your situation. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും തന്നെ സമയം കഴിഞ്ഞിട്ടില്ല, ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമാണ്, ഒരു സീസണാണ് എന്നുള്ള കാര്യം മറക്കരുത്. Time is not up. Remember that everyone must be aware and pray. ഹല്ലേലൂയ. Hallelujah. അത് ഗ്രേറ്റ്നസ് ട്രെയിനിങ് നടക്കാനുള്ള സാഹചര്യങ്ങൾ. These difficult situations are times of greatness training. എല്ലാവരും പറഞ്ഞ ഗ്രേറ്റ്നസ്. Everyone say greatness. ഗ്രേറ്റ്നസ് ട്രെയിനിങ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പഠിപ്പുരകൾ, പ്രതികൂലങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഇതെല്ലാം ഒരു ഗ്രേറ്റ്നസ് വെളിപ്പെടാൻ വേണ്ടി ഉള്ള സീസണാണ്. So remember that all your problems, your struggles, your difficulties are a preparation for greatness to be revealed through you. ഈ അല്പകാലത്തുള്ള പ്രശ്നങ്ങൾ ഓർത്ത് പുറകുകരുത്. So don't murmur thinking about the problems of these few days. സക്കറിയാവ് 4:10 പഠിക്കുമ്പോൾ When we study Zechariah 4:10, അല്പകാലങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിച്ചിരിക്കുന്നു, ഒന്നുമില്ലാത്ത ചെറിയ തുടക്കത്തെ ദൈവം നാം തുച്ഛീകരിക്കരുത്. ആ ഒന്നുമില്ലാത്ത തുടക്കത്തെ ദൈവം
So God is saying, do not despise the day of small beginnings, but God is going to bring you from there to days of greatness. നമ്മുടെ ജീവിതത്തിലുള്ള അല്പാൽപ്പം ചെറിയ ചെറിയ സാഹചര്യങ്ങൾ കണ്ട് അതിനെ തുച്ഛീകരിച്ച് കളയരുത്, തള്ളിക്കളയരുത്. അതിനെ വലുതാക്കി മാറ്റുന്ന ഒരു തമ്പുരാനുണ്ട്. So don't look at the days of small days and small things and despise it, but God will change that to great days. ഇത് humble origins of Esther. എസ്തേറിന്റെ താഴ്മയുള്ള തുടക്കം ഒരു വലിയ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നു. So God enabled Esther to move from her humble origins to a place of greatness. Amen. Amen. ഒരു greatness ഈ സഭയിൽ വരാൻ പോകുന്നു. Greatness is going to come to this church. നിങ്ങൾ ഓരോരുത്തരും അത് വരാൻ പോകുന്നു. It is going to come into the lives of each one of you. നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ സംസാരമാണ്. What we have to remember and be careful is our talk. ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മുടെ കൃപകൾ നഷ്ടപ്പെടും. When we talk unnecessarily a lot, we will lose our grace. പ്രാർത്ഥിക്കാൻ പറ്റാതെയാകും. We will be unable to pray. നമ്മുടെ ആത്മീയത കുറഞ്ഞു പോകും. Our spirituality will reduce. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. But you should give more importance to prayer. Number two, humility when we face our purpose. ദൈവ പദ്ധതിക്ക് മുമ്പാകെ വരുമ്പോൾ ഉള്ള നമ്മുടെ താഴ്മ. The second point we're going to study is about the humility when we face our purpose. ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മൾ വരുമ്പോൾ അവിടെ നമ്മുടെ ഹ്യൂമിലിറ്റി വെളിപ്പെടണം. When we come towards our purpose of God, we must be humble over there. Hallelujah. Hallelujah. നിങ്ങൾ എല്ലാവരും ഒരു ദൈവിക പദ്ധതിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. All of you have come and are standing before a purpose of God. അതിനകത്ത് നമുക്കൊരു താഴ്മയാണ് ആവശ്യം. What we need is a humility over there. ഓ ദൈവിക പദ്ധതിക്ക് നിങ്ങളെ തന്നെ ഇട്ടുകൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുവാനിടയാകും. You must surrender yourself to the purposes of God. That is when His plans will be accomplished in your life. എന്താ ദൈവിക പദ്ധതി? What are the plans of God? എന്നും ജോലി ചെയ്ത് മാത്രം ഇരിക്കാനല്ല. It is not always to just work. ആമേൻ. ദൈവ രാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യണം. You have to also do some things for the kingdom of God. എന്നും ബിസിനസ് എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കാനല്ല. നാം ദൈവ രാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യുന്നവരായി മാറണം. You should not only stay with your business. We must do things for the kingdom of God. Hallelujah. Hallelujah. ദൈവിക പദ്ധതിക്ക് മുമ്പിൽ അവൻ വന്ന യെശയ്യാവ് പറയുന്നത് കേട്ടോ, അടിയനെ സമർപ്പിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് അസാധാരണമായ പ്രവചനം പറയാനും അസാധാരണമായ വെളിപ്പാട് പറയാനും അവന്റെ നാവിൽ ദൈവം തീക്കട്ട യാഗപീഠത്തിൽ എടുത്ത് തൊട്ടു അവനെ പ്രമോട്ട് ചെയ്തു. ദൈവിക പദ്ധതിയിലേക്ക് ദൈവത്തെ കൊണ്ടുവന്നെത്തിച്ചു. So what did the prophet Isaiah do when he came face to face with the purpose of God? He surrendered himself and he said, "Here am I, Lord, send me." So that is why the Lord took a cord from the altar and touched his mouth, and he became a prophet to speak great prophecies for the kingdom of God. ദൈവം എസ്തേറിനെ ഒരു രാജാവിന്റെ ഭാര്യയായിട്ടിരിക്കാൻ വേണ്ടിയല്ല കണ്ടത്. പിന്നെയോ നശിക്കാൻ പോകുന്ന ഒരു ജനത്തിന്റെ വിടുതല് ദൈവം മുന്നമേ കണ്ടിരുന്നു. അതിനു വേണ്ടിയാണ് ദൈവം എസ്തേറിനെ മാറ്റിവെച്ചിരുന്നത്. So the reason God brought Esther to that place as a queen was not just so that she could be the queen and be the wife of a king, but God wanted to save the Israelites, and because of that He brought Esther to that situation. നമ്മളെല്ലാവരും ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെല്ലാം പോയി തകർന്ന തരിപ്പിടമായിരുന്നു. ആരുമില്ലാതെ ഞെരുക്കം അനുഭവിച്ചു, ബുദ്ധിമുട്ട് അനുഭവിച്ചു, രോഗങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നു, പലവിധ പ്രശ്നങ്ങളിലൂടെ പോയി ഈ സമയത്തെല്ലാം നശിച്ചു പോകുന്നു പറഞ്ഞിട്ടോ ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്ത് മാറ്റി നിർത്തി എന്തിനാ? ഈ കാലത്തിലേക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. We all have gone through many struggles and problems and difficulties in life, but God protected us from all of those situations. Even though we should have been destroyed, God set us apart and brought us here. That is so that we can be useful in this generation. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം Esther 4, അതിന്റെ 14-ാം വാക്യം. chapter 4, verse 14.
ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ആ, ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. അവിടെ ഒരു ഉദ്ധാരണം ഉണ്ടാക്കാനും മറ്റുള്ളവരെ രക്ഷിക്കാനും ഈ കാലത്തിലേക്ക്, ഈ കൃപായുഗത്തിലേക്ക്, ഈ 24-ാം വർഷത്തേക്ക് ദൈവം നമ്മെ മാറ്റി വെച്ചത് ആ മറന്നു പോകരുത്. എനിക്കത് പ്രയോജനപ്പെടുത്തണം എന്ന് രണ്ട് കരങ്ങൾ അടിച്ച് ശക്തിയോടെ എന്ന് പറഞ്ഞാട്ട് എനിക്ക് പ്രയോജനപ്പെടുന്നു, എനിക്കത് പ്രയോജനപ്പെടുന്നു. You must all remember that God has brought you to this year 2024 and set you apart for a time as this to become useful for this generation. All of you must say that I want to be useful in this generation. നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുകയല്ല. We are not living because of our abilities. നമ്മൾ മരുന്ന് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടതല്ല. It is not because we took medicines that we got saved. recommendation കൊണ്ടുണ്ടായ വിടുതലല്ല. It is not a deliverance that happened because of recommendation. ചില കാര്യങ്ങൾ ചെയ്യാൻ നിന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. God has set you apart to fulfill certain purposes in this generation. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ ഞാൻ പറയും, ഈ ദൈവിക പദ്ധതി അവൻ ചെയ്തെടുക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. Today morning, how many of you will say that I surrender myself to fulfill the purposes of God in this generation? എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. I have a lot of ഈ confidence. ദിവസങ്ങളിൽ ഇതിനകത്തുനിന്ന് ചിലരെ ദൈവിക പദ്ധതിക്ക് വേണ്ടി അയ്യോ, In these days, God is going to bring certain people out for the purposes of God. അത് ഇവിടെ ഇരിക്കുന്നവരെ മാത്രമല്ല, ഇവിടെ നിന്ന് പുറപ്പെട്ട പല സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവരെയും ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുകയാണ്. And that is not only the people who are in this place, but the people who are going from here to different places. God is going to use them for His purposes. ആ വാക്യമൊന്ന് വായിച്ച് ചേച്ചി. എന്നാൽ നീയും നിന്റെ എന്നാൽ നീയും നിന്റെ പിതൃഭവനവും പിതൃഭവനവും നശിച്ചു പോകും. നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനകത്ത് ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കല്ലോ ഒരു രാജസ്ഥാനത്ത് വന്നിരിക്കുന്ന ആ നീ രാജാവിന്റെ ഭാര്യയായിട്ട് രാജ്ഞിയായിട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കല്ലോ നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇത് ദൈവത്തിന്റെ ഒരു കാര്യപരിപാടിയോ. നിന്നെ ദൈവം കൊണ്ടുവന്നത്, ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്, ഈ പൊസിഷനിൽ കൊണ്ടുവന്നത് മറ്റു കാര്യങ്ങൾക്കല്ല, ധൈര്യം സൃഷ്ടിക്കാനല്ല, നിങ്ങളുടെ നെയ്മൈറ്റ് വലുതാക്കാനല്ല, ഒരു ദേശത്തെ, ഒരു ജനത്തെ രക്ഷിക്കാൻ ദൈവം നിങ്ങളെ കണ്ടുപിടിക്കുന്നു. ഇന്ന് പകൽ ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ, ആത്മീയ ദൂതുകൾ ഏറ്റെടുക്കട്ടെ. അതിനകത്തൂടെ ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. Esther 4:14 says, In the name of Jesus. കാലം എന്ന വാക്ക് മറക്കരുത്. don't forget the word time. അവൻ ഈ സമയത്ത്, For a time as this, ഈ കാലത്തിലേക്ക്, for a time as this, ഏത് കാലം? ജനത്തെ രക്ഷിക്കുന്ന കാലത്തിലേക്ക്. which age? An age to save the people. ഓ കർത്താവ് ആഗ്രഹിക്കുന്നത് രക്ഷപ്പെടാനാണ് ജനം. God is willing that His people should be saved. ജനം രക്ഷിക്കപ്പെടണം. God's people should be saved. ജനം സ്നാനപ്പെടണം. People should be baptized. അവൻ പ്രതികൂലത്തിന്റെ നടുവിൽ Even in the midst of opposition. എസ്തറേ, നീ പ്രതികൂലത്തിലൂടെ ജനിച്ചു വന്നതെന്തിനാ? അവൻ പ്രതികൂലത്തിന്റെ നടുവിൽ ഇരിക്കുന്ന ജനമുണ്ട്. അവരെ രക്ഷിക്കാനാ നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്. Esther, you were born in the midst of difficulties. Why is that? So that you can save the people who are living in difficulties.
difficulties and struggles. Hallelujah. 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 ഈ കാലത്തിലെ കണ്ണിയോ നിന്നെ രാജസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. And who knows but that you have come to your royal position for such a time as this. Hallelujah. 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 ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹ്യൂമിലിറ്റി ആഗ്രഹിക്കുകയാണ്. God is expecting a humility in your life. Hallelujah. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. God is going to transform and shift your life. നമ്മുടെ ജീവിതം നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് തീർക്കാനുള്ളതല്ല, നശിക്കുന്ന ജനത്തിന് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ച് തീർക്കാനുള്ളതാണ്. Our life is not so that only we can live and enjoy, but it is so that we can give our lives and serve and save the people who are being lost. ആമേൻ. ഇതെല്ലാം നടക്കണമെങ്കിൽ ഹ്യൂമിലിറ്റി വേണം. If this has to happen, we need humility. ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ When somebody is doing a work, അവിടെ നോക്കി നിൽക്കാതെ കൂടെ സഹായിക്കുന്ന ഒരു മനസ്സ്. when somebody is doing a work, we must not just look at them, we must go and help them. അവിടെ കുറ്റം പറയുന്ന ഒരു മനസ്സല്ല, അവിടെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു മനസ്സാണ് ഉണ്ടാകുന്നത്. There we must not have a mind which is murmuring and complaining about them. We must have a mind which is willing to go and help them and serve them. Hallelujah. Hallelujah. നമ്മളുടെ താഴ്മ വിടുതലായി മാറാൻ പോവുകയാണ്. Our humility is going to be changed as deliverance. Hallelujah. Hallelujah. Humility is the catalyst എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. താഴ്മ വിടുതലിന്റെ ഉൽപ്രേരകമാണ്. The next point is that humility is the catalyst for deliverance. അതിന്റെ മൂന്നാമത്തെ പോയിന്റാണ് ഇവിടെ പറഞ്ഞത്, താഴ്മ വിടുതലിന്റെ ഉൽപ്രേരകമാണ്. The next point is that humility is the catalyst for deliverance. Esther chapter 8 verse 3. Esther 8 verse 3. ആരെങ്കിലും വായിക്കട്ടെ? എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം. എസ്തർ പിന്നെയും രാജാവിനോട് സംസാരിച്ച് കാൽക്കൽ. ഓ, ഹ്യൂമിലിറ്റി കണ്ടോ? ഒരു ജനത്തെ രക്ഷിച്ചു. അവർക്കൊരു രാജ്ഞി പദവിയുണ്ട്, രാജ്ഞിക്ക് രാജ്ഞിയുടെ പദവിയുണ്ട്, രാജാവിന് രാജാവിന്റെ പദവിയുണ്ട്. അവൻ എനിക്ക് എന്റെ പദവിയുണ്ട്, പക്ഷേ ഞാൻ ആ പദവിയിൽ ഇറങ്ങി ദൈവസന്നിധിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഹ്യൂമിലിറ്റി വെളിപ്പെട്ടാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിട്ട്. Esther 8 verse 3 says, Esther pleaded with the king, falling at his feet and weeping. So we see that Esther had a position, she was the queen, but she was willing to let go of that position and plead for the sake of the people. When we also do the same, great deliverances will happen. എന്താണ് ഇവിടെ കാണുന്നത്? എസ്തേർ രാജാവിനോട് സംസാരിച്ച് കാൽക്കൽ വീണ് കരഞ്ഞു, അപേക്ഷിച്ചു. Esther pleaded with the king, falling at his feet and weeping. ആമേൻ. നമുക്ക് വേണേ തിരിഞ്ഞു നോക്കാതെ പോകാം. She could have ignored the problem and gone another way. ഇതെന്റെ ജനമല്ല. She could have said, this is not my people. എനിക്ക് വേണ്ട കാര്യം നോക്കണ്ട. I don't have to look at the problem of these people. എനിക്ക് എന്റെ പൊസിഷൻ കിട്ടി. I got my position. അവൾ അങ്ങനെയല്ല ചിന്തിച്ചത്. She didn't think like that. അവൾ ദൈവത്തോട് നിലവിളിച്ചു. She cried out to God. ആദ്യം ദൈവത്തോട് നിലവിളിച്ചു. First she cried out to God. അവൾ പ്രാർത്ഥിച്ചത് അവിടെ ആരോഗ്യത്തിനല്ല, അവിടെ പൊസിഷൻ നിലനിൽക്കാനല്ല. അവൾ പ്രാർത്ഥിച്ചത് ഈ നശിക്കുന്ന ജനത്തിന് എതിരെയുള്ള ചില തീരുമാനങ്ങളും അവൻ ചില കാര്യങ്ങൾ മുദ്രവെച്ച് പാസാക്കിയിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു വിടുതൽ വേണം. അതിനുവേണ്ടി അവൾ ഫാസ്റ്റ് ചെയ്തു. Esther fasted and prayed. The reason she prayed was not for her own health or for her own position, but there were great plans to destroy the Israelite people. So she fasted and prayed to deliver the Israelites. അവൻ രാജ്ഞിയാണെങ്കിലും രാജാവിന്റെ അടുത്ത് പിടിച്ചില്ല പറഞ്ഞില്ല. Even though she was a queen, she cannot always go to the king. നമുക്കൊരു സമയമുണ്ട്. There was a time for her. എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ ചെന്നപ്പോൾ രാജാവ് കൊഞ്ചങ്ങൾ നീട്ടിയത്? But why did the king extend his scepter when she went to him? അർഹതയില്ലാത്ത സമയത്തും വരാൻ കാരണം അവൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. The reason why she was accepted even
ക്വാളിറ്റി ഇല്ല, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, നിങ്ങൾക്ക് പണമില്ല, നിങ്ങൾക്ക് നല്ല വീടില്ല, പക്ഷേ അവൻ നിങ്ങളൊരു rejected person ആയിരിക്കുക. നിങ്ങളുടെ വാസവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി ജനവാതിൽ തുറക്കാൻ പോകുകയാണ്. Doors will be opened in your life. ഞാൻ ചിന്തിക്കുന്നത്, ഇത്രയും കഷ്ടത, ഇത്രയും വിഷമം, ഇത്രയും കാലം പ്രാർത്ഥിച്ചു. പക്ഷെ നമുക്ക് പുറമേ നോക്കിയാൽ മതി. കർത്താവ് പറയുന്നു, ഞാൻ അവരെ അവിടെ പ്രിപ്പയർ ചെയ്യുക, ഒരു പ്രിപ്പറേഷനിലൂടെ ഇനി നിത്യമായി ചില വിടുതൽ ആവശ്യം. So you may say that I've been praying, I've been fasting for a long time, but nothing is happening. But you must know that God has been preparing you for great and eternal blessings. Hallelujah. 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 ഈ വാക്യം This verse, ഞാൻ വിശ്വസിക്കുന്നു. I believe, ആരൊക്കെയോ എവിടൊക്കെയോ അവർക്ക് അനുകൂലമല്ലാത്ത അവൻ നിയമമായി നിൽക്കുന്നു. പക്ഷേ അത് വിദേശത്തായിരിക്കാം. ഇന്ന് അവൻ ഈ മെസ്സേജ് യൂട്യൂബിൽ വരുമ്പോൾ അത് കേൾക്കുന്ന ചില രാജ്യങ്ങളിൽ ഇരിക്കുന്നവരുണ്ടായിരിക്കാം. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അവർക്ക് വേണ്ടി റെഡിയാകാൻ പോവുക. അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. there is somebody somewhere, you may be stuck in a certain situation, the laws may be against you, and today when this message goes out on YouTube, you are going to receive a breakthrough and then your peer is going to be ready for you. രാജാവ് ഒരു ഓർഡർ ഇട്ടാൽ അത് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ പ്രാർത്ഥന ആ ഓർഡറിനെ തിരുത്തും. If the king sets out an order, it will never be reversed. But the prayers of people shifted that order. സഭ പ്രാർത്ഥിച്ചു. If the church prays, നിങ്ങൾ സഭയാണ്. you are the church. നിങ്ങളുടെ പ്രാർത്ഥന Your prayers ഏകങ്ങളെ ചലിപ്പിക്കും. will change the results. ഓ ഏകങ്ങളെ ചലിപ്പിക്കും. It will change the nations. നിയമങ്ങളെ ചലിപ്പിക്കും. It will change the laws. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് വേണ്ടി For you, ഇമിഗ്രേഷൻ ചലിപ്പിക്കും. it will shift the immigration for you. നിങ്ങൾക്ക് വേണ്ടി For you, നിങ്ങളുടെ ഹോർമോണുകൾ ചലിപ്പിക്കും. it will shift your hormones for you. നിങ്ങൾക്ക് വേണ്ടി For you, അടഞ്ഞ വാതിലുകൾ തുറക്കും. those doors will be opened for you. ഒരു അത്ഭുതം ചെയ്യും. God will do miracles for you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ കാലത്തിലേക്ക് നിന്നെ കണ്ടിരിക്കുന്നു. God has seen you and chosen you for such a time as this. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്ന നീ മറ്റു പകലിലൂടെ സഞ്ചരിച്ചാൽ പറ്റത്തില്ല. ഇന്ന് പകൽ ചിലത് മാറ്റിയെടുത്തോ, ജീവിതം മാറ്റിയെടുത്തോ, ഉഴപ്പും അടച്ചതയും മാറ്റിയെടുത്തോ. ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. God has seen you for the work of His kingdom. It is not okay if you walk in some other way. Today, make some decisions, and God will totally change your life. എസ്തേറിന്റെ ഹ്യൂമിലിറ്റി എവിടെ കാണാൻ കഴിയും? We were able to see Esther's humility. അവൾക്ക് സ്വാർത്ഥതയില്ലായിരുന്നു. She was not a selfish woman. അവൾ വീണ് കരഞ്ഞപ്പോൾ When she cried, യഥാർത്ഥമായ ഗ്രേറ്റ്നെസ് അവൾ വെളിപ്പെട്ടു. true greatness was revealed through her life. സ്വന്തമായി പ്രവർത്തിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി. We must not only be people who work for our own benefit, but we must serve and work for others' benefits. അവൻ സഭ അത് മനസ്സിലാക്കി. I believe that the church has understood that. നിങ്ങൾ കേൾക്കുന്ന വാക്കും വചനവും അനുസരിച്ചാൽ അത് ഏറ്റെടുത്താലാണ് സഭയ്ക്കകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. If you hear the word and if you obey it, you will see great changes happening within the church. അവൻ നിങ്ങൾ
മനസ്സുമായി നീങ്ങിയാൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. അനുസരിക്കുന്ന, ഏറ്റെടുക്കുന്ന, താഴ്മയുള്ള, ഹ്യൂമിലിറ്റിയുള്ള മനസ്സുമായി നിങ്ങൾ വരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തക്കവണ്ണമായിരിക്കും. If you have a religious mind, no changes will happen. But if you become people who have humility, then great changes will happen within the church. ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പറ്റുക, Yes, you may have had mistakes and problems in your life. brokenness പറ്റുക, There may have been brokenness in your life. ഒറ്റപ്പെടുത്തലുകളും rejections പറ്റുക, You may have had loneliness and rejections in your life. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചതാണ്. You may have gone through sicknesses which you did not expect. ഇന്നും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ കിടക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. You may be going through situations where you prayed but you did not receive an answer. എന്നാൽ ഈ preparation, But this preparation, എന്നാൽ ഈ testing period this testing period നിന്നെ കൊമ്പ് മുറിക്കാനല്ല, is not to kill you, നിന്നെ തകർക്കാനല്ല. is not to destroy you. ഓ ദൈവത്തിന് വേണ്ടി greatness വെളിപ്പെടുത്താൻ ദൈവം വന്നിരിക്കുകയാണ്. But God has seen you to reveal greatness through your life. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Today morning I'm going to pray for you. ഹല്ലേലൂയ. Hallelujah. യൂത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി, One sister named Ruth, അവൻ എസ്തേർ എന്ന് പറയുന്ന ഒരു സഹോദരി, one sister named Esther. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം, The change that happened in their life, അവരെ prepare ചെയ്തത് what prepared them? ഒരു വലിയ കാര്യത്തിന് വേണ്ടിയായിരുന്നു. It was for a great purpose. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രേറ്റ് പർപ്പസിന് വേണ്ടിയാണ് ചില ഘട്ടങ്ങളിലൂടെ പോയത്, ചില തോൽവിയിലൂടെ പോയത്. എന്നാൽ ദൈവം ജയത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പോവുകയാണ്. The problem and the difficulties that you went through is for a great purpose, but God is going to lead you into the great victory. ഇന്ന് അവൻ ഇവിടെ ഇത് കഴിഞ്ഞാലും വീട്ടിൽ പോയി നടന്നും ഇരുന്നും കിടന്നും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നാം അതിലേക്ക് പ്രവേശിക്കണം. Today, after this message, also as you go home, you must stand and sit and lie down and pray down. Such a prayer life must be happening in your life. ഒരു ഉഴപ്പൻ ജീവിതമല്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നാം നമ്മളെ സമർപ്പിക്കണം. Don't have an unstable prayer life, but have a faithful prayer life. ഹല്ലേലൂയ. Hallelujah. ഈ ദൂത് സ്വീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യമാണ്. You receive this word, a miracle, a healing will happen in you. ഈ ദൂത് സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഭയപ്പെടേണ്ടി വരത്തില്ല. അത് ജയമായി മാറുകയും. If you receive this prophetic word, you will not have to be fearing about anything. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? Can you all believe it? നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം ഭയത്തിലേക്ക് പോകത്തില്ല, തോൽവിയിലേക്ക് പോകത്തില്ല, പരാജയത്തിലേക്ക് പോകത്തില്ല. അത് വിജയത്തിലേക്ക് പോകും. You prayed about it will not go to fear or difficulty or loss, but you will go into the victory of God. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. Prayer has answers. ഹല്ലേലൂയ. Hallelujah. നിന്നെ ചില ഘട്ടങ്ങളിലൂടെ വിട്ടിട്ടു Even though God allowed you to go through certain struggles, നമ്മളെ കർത്തവ്യങ്ങളുടെ പേരിൽ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുകയല്ലാതെ ഹ്യൂമിലിറ്റിയിലേക്കോ താഴ്മയിലേക്കോ കമ്പാഷനിലേക്കോ എളിമയിലേക്കോ ക്ഷണിക്കപ്പെടുന്ന ഹൃദയത്തിലേക്കോ വളരെ താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ വന്നാൽ യൂത്തിനെ പോലെ എസ്തേറിനെ പോലെ ഒരു വലിയ വിജയമുണ്ടാകും. so even when you go through such problems, do not be people complaining and murmuring and finding fault. Instead, become repentant and be people of humility. Then we can become like Esther and Ruth. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പർപ്പസ് ഉണ്ട്. There is a purpose. ഈ പർപ്പസ് മനസ്സിലാകുമ്പോൾ You must understand the purpose. ചിലരെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിട്ട് നമ്മുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പറ്റത്തില്ല, ദൈവ വഴിയിലൂടെ അവരെല്ലാം പോകുവാൻ തീരുമാനിക്കും. Some people God has chosen for the work of God. After He has done that, it is not okay if we travel through our own path. We must come into the path of God. എല്ലാവർക്കും എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നാം മനസ്സിലാക്കേണ്ടത് അവൻ കുറ്റം പറയുമ്പോൾ നാം കുറ്റം പറയുന്നവരെ ദൈവം നോക്കി പറയുന്നു, നിനക്ക് 100
that you have 100 faults. So stop that instead and find your own fault. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് ചില മിനിറ്റുകൾ വർഷിപ്പ് ചെയ്യുക. Everyone stand up and let's worship for a few പറയുന്ന minutes. കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുക. Everyone listen to what I'm saying. എല്ലാവരും ആരാധിക്കുക. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. Everyone lift up your hands. എല്ലാ കരങ്ങളും ഉയരട്ടെ. Let all the hands be raised അന്യ up. ഭാഷയിൽ കേട്ട വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. Everyone meditate on the word you listen to and pray it നിങ്ങളുടെ out. സ്ട്രഗിളിങ്ങിൽ നിങ്ങൾ തോറ്റുപോകത്തില്ല. നിങ്ങളുടെ സ്ട്രഗിളിങ്ങിൽ നിങ്ങൾ തോറ്റുപോകത്തില്ല. അത് വിജയത്തിലേക്ക് വരാൻ പോകുകയാണ്. Oh, in the name of Jesus. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ യേശുവിന്റെ നാമത്തിൽ ആ അത്യന്ത ശക്തി ഈ ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. ഇന്ന് ഈ സഭയിൽ ചിലരെ ദൈവം അതിശക്തിയേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവച്ച് നടത്തുന്നു. The Lord is telling me that today God is going to lay hands and separate some people for the work of the ministry. നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, If you have accepted it, നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ if you have received it, അതുപോലെ സ്വീകരിക്കുക. you must receive it like that. ആരുടെ കുറ്റം പറയണ്ട. Don't blame anybody. നിന്നെ വിളിച്ച വിളിയിലേക്ക് നീ വരിക. You must listen to the call you receive. അമ്മായിയമ്മയുടെ കുറ്റം പറയണ്ട. അമ്മായിയമ്മയുടെ കുറ്റം പറയണ്ട. ഭർത്താവിന്റെ കുറ്റം പറയണ്ട. ഭാര്യയുടെ കുറ്റം പറയണ്ട. മക്കളുടെ കുറ്റം പറയണ്ട. നമുക്ക് വേണ്ടിയത് യേശുവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരട്ടെ. Don't say the final fault of any other person. Let our eyes be turned to Jesus. ഹല്ലേലൂയ. Hallelujah. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray for you. എല്ലാവരും ആത്മാവിൽ കാത്തട്ടെ. എല്ലാവരും ആയുസ്സ് കൊടുക്കണമേ. ആരോഗ്യം കൊടുക്കണമേ. സ്പിരിച്വൽ സ്ട്രെങ്ത് കൊടുക്കണമേ. ഇപ്പോൾ ഈ ജനത്തെ ഈ കാലത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനോന്യം അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കിയിരിക്കുന്നു. വാതിലുകൾ തുറന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കടന്നുപോകുന്ന ദൈവങ്ങളോടും കൂടെ ഇന്ന് മുതലേക്കും കർത്താവിന്റെ വരുവരെ വലിയ സാന്നിധ്യം അനുഗ്രഹം ആശീർവാദം ഉണ്ടാകട്ടെ. ജയം